ഹായ്, എല്ലാവർക്കും ജോക്കിച്ചൻ ടൈൽസിലേക്ക് സ്വാഗതം. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വെയിറ്റ് ഒക്കെ കുറയണമെന്ന് ആഗ്രഹമുള്ളവർ ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാൽ മതിയാകും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഓട്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഓട്സ് നമ്മൾ റോൾഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. അങ്ങനത്തെ കഴിക്കുന്നതാണ് ഒത്തിരി ഗുണമുള്ളത് ഇൻസ്റ്റൻറ്റ് ഓട്സിനെക്കാട്ടിലും. അപ്പം അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതില്ലാത്തവർ ഇൻസ്റ്റൻറ്റ് ഓട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ പൊടിച്ചത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറിൽ തന്നെ ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങയുടെ അളവിൽ വേണമെങ്കിൽ മാറ്റം വരുത്താം കേട്ടോ. കൂടുതലോ കുറവോ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അതിലേക്കൊരു 4 ഉള്ളിയും കൂടെ, ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് അവരവരുടെ എരിവിന് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഒരു വെളുത്തുള്ളി ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കുന്നത്. വെള്ളം ചേർത്ത് വേണമെങ്കിലും അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല. ഇത് ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ആ പൊടിച്ച ഓട്സിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിന് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ വെള്ളം നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പം ഇപ്പം ഞാൻ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. വെതിത്തിരി കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മുടെ ഒരു ഇഡലി മാവിൻ്റെ പരുവത്തിലാണ് നമുക്ക് ഇത്, ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഈ മാവിന് വേണ്ടത്. അപ്പോൾ അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് ഇത് അപ്പം ഉണ്ടാക്കാം. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാൻ ചൂടായ ഉടനെ നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നന്നായിട്ട് പരത്തേണ്ട ആവശ്യം. തേങ്ങയൊക്കെ ചെറുതായിട്ട് അരച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പരത്താനും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. മൂടി വെച്ചതിന് ശേഷം ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. പിന്നെ ഇതെല്ലാം ഒന്ന് മുകളിലൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേനും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേനും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യാനാണെങ്കിൽ ഇത് നമ്മുടെ ഉള്ളൊന്നും വേകാതെ ഉള്ളിത്തിരി സ്റ്റിക്കി ആയിട്ട് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയുള്ള പരിപാടി. നമ്മുടെ ഓട്സ് അപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്ക് കട്ടിയില്ലാത്ത ദോശയാണ് താല്പര്യമെങ്കിൽ നമ്മൾ ഈ ഓട്സ് എല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇത് കനം കുറച്ച് നല്ല ദോശയായിട്ട് ചുടാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ ചമ്മന്തിയുടെ കൂട്ടത്തിലോ മുട്ടക്കറി അങ്ങനെ എന്തിൻ്റെയെങ്കിലും കൂട്ടത്തിൽ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.